എല്ലാവർക്കും കേരള കിച്ചൻ മോം റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞത് സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇതെൻ്റെ സ്വന്തം റെസിപ്പിയല്ല, ഇത് ഷെഫ് സുരേഷ് പിള്ളയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഞാൻ 3-4 തവണ ഉണ്ടാക്കി നോക്കി, ഭയങ്കര കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ കരുതി നിങ്ങൾക്ക് കൂടി ഇന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെ എടുത്തൊരു വീഡിയോ ആണിത്. അപ്പോൾ ഞാനിവിടെ ഫിഷ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ സീബ്രീം എന്ന് പറയുന്നൊരു മീനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. അപ്പം നന്നായിട്ട് അത് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ വറക്കാൻ വേണ്ടി മാറ്റി വയ്ക്കണം. അപ്പോൾ ഇത് 2 സ്റ്റെപ്പായിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഫിഷ് വറക്കണം, അതായത് നന്നായിട്ടത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷമാണ് ഇത് മസാല തയ്യാറാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മീൻ വറക്കാൻ വേണ്ടി മസാല പുരട്ടി വയ്ക്കാം. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്ക് മസാല പുരട്ടി വയ്ക്കാം, പ്രത്യേകിച്ചൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ സാധാരണ മസാല പുരട്ടുന്ന പോലെ തന്നെ നമുക്ക് എല്ലാ മസാലയും ഒന്ന് പുരട്ടി ഒരു 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ മസാലയായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, കുറച്ച് ഉപ്പ്, ഇത്രയും മാത്രമേ നമ്മൾ മസാലയായിട്ട് ഇതിനകത്തേക്ക് പുരട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. കുരുമുളക് പൊടിയൊന്നും ഇപ്പോൾ ഇടുന്നില്ല. ഞാൻ പിന്നെ കുറച്ച് ചെറുനാരങ്ങയുടെ നീരൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ആ മീനിന് നല്ല ടേസ്റ്റ് വരത്തുള്ളതുകൊണ്ട് തന്നെ കുറച്ച് ചെറുനാരങ്ങയുടെ നീരൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ആ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പ്രിപ്പറേഷനോട് ചെയ്യാം. അത് ബാക്കി നമുക്ക് മസാലയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ അരിഞ്ഞെടുക്കാം. പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ വേണം, അതൊക്കെ നമുക്ക് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫിഷ് കഴുകി മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പം ബാക്കിയുള്ള സാധനങ്ങൾ അറേഞ്ച് ചെയ്യുന്ന സമയം അത്രയും മതി. അത്രയും നേരം കൊണ്ട് നമ്മുടെ ഫിഷ് നന്നായിട്ട് മാരിനേറ്റായി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കിത് മാരിനേറ്റ് ചെയ്തൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി നമുക്ക് ഈ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല നാടൻ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ഈ ഫിഷ് വറുത്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. വളരെ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ, കൂടുതലൊന്നും വേണ്ട. ഒരു 1.5 ടീസ്പൂണിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി നമുക്ക് ഈ മീൻ അതിനകത്തൊക്കെ ഇട്ട് കൊടുത്തിട്ട് 2 പുറവും ഒന്ന് നന്നായിട്ട് പൊരിച്ചെടുക്കാം. ഇതാ ഇപ്പം ഞാൻ മീൻ 2 പുറവും തിരിച്ചും മറിച്ചും ഇട്ട് ഇതാ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീയിൽ നിന്ന് മാറ്റി വയ്ക്കാം. കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ തീയിലിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടി. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ, മീൻ മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് അരിഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ അരിഞ്ഞെടുക്കണമെന്ന്. അപ്പോൾ ആ സമയത്ത് ഞാൻ അരിഞ്ഞെടുത്താണ് മാങ്ങ. നമുക്ക് വേണ്ടതാണ് പച്ചമാങ്ങ, അതുപോലെ കുറച്ച് പച്ചമുളക്, അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് തക്കാളി, പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ഇതൊക്കെ ഞാൻ ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ അരിഞ്ഞു വെച്ചതാണ്. പിന്നെ കുറേ ആവശ്യത്തിൽ കൂടുതൽ കറിവേപ്പിലയുമാണ്. ഇപ്പോൾ എൻ്റെ കറിവേപ്പില വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ വെള്ളമൊന്നും ചേർക്കാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ. അത് നമ്മൾ വെള്ളത്തൊന്നും ചേർക്കാണ്ട് നല്ല 1-ാം പാലുണ്ടല്ലോ, അത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു ചട്ടി വേണം. ചട്ടിക്കകത്തേക്ക് വെക്കേണ്ടത് വാഴയിലയാണ്. എനിക്കിവിടെ വാഴയില കിട്ടാൻ യാതൊരു നിവൃത്തിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വാഴയിലയ്ക്ക് പകരം എന്നാൽ ഒരു അലൂമിനിയം ഫോയിൽ പേപ്പർ വെച്ച് ഒന്ന് ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ ഞാൻ 3-4 തവണ ചെയ്തപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിട്ട് തന്നെ കിട്ടിയായിരുന്നു. അപ്പോൾ നമുക്കിത് അലൂമിനിയം ഫോയിൽ പേപ്പറിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. കാരണം ഇവിടെ ഗൾഫിൽ വാഴയില കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കൊറോണയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ ഞാൻ ഓൺലൈനിലൊക്കെ നോക്കിയായിരുന്നു വാഴയില, പക്ഷേ കിട്ടിയില്ല. അപ്പോൾ നമുക്ക് വാഴയില ഇല്ലെങ്കിലും വിഷമിക്കേണ്ട, ഈ അലൂമിനിയം ഫോയിൽ പേപ്പർ വെച്ച് തന്നെ നമുക്ക് ഈ മസാല തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഇത് അടുപ്പത്തേക്ക് ഒരു ചൂടാക്കിയിട്ടുണ്ട്. ചട്ടിക്കകത്തൊന്നും നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഡയറക്റ്റ് ഈ അലൂമിനിയം ഫോയിൽ പേപ്പർ ഒഴിക്കുന്നു. അതിന് മുകളിലേക്കാണ് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതിന് മുകളിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ വളരെ കുറച്ച് കറിവേപ്പില ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നാട്ടിലൊക്കെ നമുക്ക് ധാരാളം കറിവേപ്പില കിട്ടുമല്ലോ. അപ്പോൾ നിങ്ങൾ വാഴയില വെക്കുക, അതിന് മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വെളിച്ചെണ്ണ ഒന്ന് എല്ലായിടത്തും ചുറ്റിച്ചു കൊടുക്കുക. വാഴയിലേക്ക് ചുറ്റിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് തേച്ച് കൊടുക്കുമ്പോൾ തന്നെ വാഴയിലേക്ക് അത് കിട്ടും. ഇത് ഫോയിൽ പേപ്പർ ആയതുകൊണ്ടാണ് ഞാൻ ചുറ്റിച്ചു കൊടുത്തത്. ഇനി അതിന് മുകളിലേക്ക് ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ കറിവേപ്പിലയുടെ എണ്ണം കുറവായതുകൊണ്ടാണ് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന മീൻ അങ്ങോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതേപോലെ ഞാനിപ്പം എടുത്തേക്കുന്ന ആ വറുത്ത എല്ലാ മീനും ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ അടുപ്പിച്ചടുപ്പിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമാങ്ങ, പിന്നെ നമ്മുടെ തക്കാളിപ്പഴം, ഇത്രയും ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ തീ ഇപ്പം സിമ്മിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഇതിന് മുകളിലേക്ക് നമ്മൾ
പിഴിഞ്ഞ് വെച്ചിരുന്ന നമ്മുടെ തേങ്ങാപ്പാൽ, നമ്മൾ ഒന്നാം പാൽ എടുത്ത് വെച്ചിരുന്നല്ലോ, തേങ്ങാപ്പാൽ ഇതാ ഇതേപോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു. അതിനുശേഷം അതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു പിടി കറിവേപ്പിലയും കൂടി അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒട്ടും തന്നെ കറിവേപ്പില ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഉള്ള കറിവേപ്പില അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൂടെ അതിന് മുകളിലേക്കൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതാ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കുക. എന്നിട്ട് ഈ തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. എന്താ ടേസ്റ്റ് എന്നറിയോ? ശരിക്കും ഇത് വാഴയിലേതാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളിതൊന്ന് വാഴയിൽ നിന്ന് ഉണ്ടാക്കി നോക്കൂ, അപ്പോൾ അറിയാം ഇതിൻ്റെ ആ ടേസ്റ്റ് എന്ന് പറയുന്നത്. ആ തേങ്ങാപ്പാലിൽ കിടന്ന് ഇങ്ങോട്ട് വെന്ത് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ശരിക്കും ഈ തേങ്ങാപ്പാൽ ഒന്ന് കുറുകും. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ തേങ്ങാപ്പാൽ നന്നായിട്ട് കുറുകി കിട്ടും. കണ്ടില്ലേ, ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് ഒന്നുകൂടെ ഒന്ന് ആവി കയറ്റി. കാരണം നമ്മുടെ തക്കാളിപ്പഴവും ഇതൊക്കെ ഒന്ന് വേവണമല്ലോ, അതുകൊണ്ട് ഞാൻ അടച്ചു വെച്ചാണ് ഒന്ന് ഇത് കുറുക്കിയെടുത്തത്. ഇതാ കണ്ടില്ലേ, നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ കുറുകി നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കറി. ഇത് ശരിക്കും പറഞ്ഞാൽ അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും മീനിൻ്റെ കൂടെയും ചക്കയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല കിടിലമായിട്ടുള്ള ഒരു മീനിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾക്ക് പറ്റും എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഒരു തവണയെങ്കിലും ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് പിന്നെയും ചെയ്യും. പിന്നെ തേങ്ങാപ്പാൽ എടുക്കാനുള്ള പാടേ ഉള്ളൂ. തേങ്ങാപ്പാൽ എടുക്കാൻ ജസ്റ്റ് തേങ്ങ തിരുക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. കുറച്ച് വെള്ളം ചേർത്തൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് നമുക്കതൊന്ന് അരിച്ചെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ തേങ്ങാപ്പാൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഗൾഫിലൊക്കെ ഉള്ളവർക്കാണ് തേങ്ങാപ്പാൽ വാങ്ങാൻ കിട്ടും. ആ തേങ്ങാപ്പാൽ ഉപയോഗിച്ചാലും മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്രയ്ക്കും നല്ല ടേസ്റ്റാണ്. ഞാൻ ശരിക്കും ഇത് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുകയാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. പിന്നെ വാഴയിലയിൽ ആയതുകൊണ്ട് തന്നെ നമുക്കിതാ ഇതേപോലെ പൊക്കിയെടുത്തിട്ട് നമുക്ക് പാത്രത്തിലോട്ട് എടുത്തങ്ങ് മാറ്റി വെച്ചാൽ മതി. കണ്ടോ, ഞാൻ ആ മാറ്റിയതിന് ശേഷമുള്ള ചട്ടിയാണ് കാണിക്കുന്നത്. ഇതാ ഒട്ടും തന്നെ അടിയിലൊന്നും പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് എടുത്ത് ഇതാ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഫോയിൽ പേപ്പർ ആയതുകൊണ്ട് തന്നെ ഞാൻ അതുപോലെ തന്നെ എടുത്തങ്ങ് മാറ്റി. ഇതുപോലെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. പിന്നെ ഇതിൽ നിന്ന് നമുക്ക് വേറെ പാത്രത്തിലോട്ടൊന്നും മാറ്റണ്ട. വാഴയിലക്കകത്ത് വെച്ചിട്ട് ഇതാ ഇതേപോലെ എടുത്ത് നമ്മൾ പ്ലേറ്റിലോട്ട് എടുത്ത് സെർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ സൈഡിലെ കുഞ്ഞു ബെൽബട്ടൺ അമർത്താനും മറക്കല്ലേ. അത് അമർത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന റെസിപ്പികൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പികളും പുതിയ വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.